ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വരുന്നത് ഉജ്ജ്വൽ പ്രദീപ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്. ഒരു റിവ്യൂ നിങ്ങൾ സാധാരണ കാണാറുള്ള റിവ്യൂ പോലത്തെ അല്ല. നിങ്ങൾ ഇപ്പോൾ കാണാൻ ഫേമസ് ആയിട്ടുള്ള ദുബായ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ തന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ്. കാരണം ദുബായ് ചോക്ലേറ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കാറുള്ളത്. ഇങ്ങനെ സാധാരണ ചോക്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ റിവ്യൂ അടിക്കും. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളുടെ ദുബായ് ചോക്ലേറ്റ്. ജസ്റ്റ് കിഡിങ്. ഇതാണ് നമ്മളുടെ ഫാൻറ്റസി ദുബായ് ചോക്ലേറ്റ്. Sorry, I am become crazy because of seeing this. So, ഇപ്പോൾ നമ്മൾ ദുബായ് ചോക്ലേറ്റ് നോക്ക്. കുൽഫ ദുബായ് ആണ്. കണ്ട സോറിൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ദുബായ് ആണ്. ഗോൾഡാണ്, പ്യൂർ അല്ല. ഗോൾഡ് ആൻഡ് പ്യൂർ ഗോൾഡാണ് ഇത് ഗായ്സ്, പ്യൂർ ഗോൾഡ്. അതുകൊണ്ട് ഇത് ഗോൾഡ് അല്ല, ഗോൾഡൻ ബിസ്ക്കറ്റാണ്. അവർ ദുബായ് ചോക്ലേറ്റ് ഞാൻ പൊളിക്കുന്ന റിവ്യൂ ഇട്ടില്ല, കാരണം സോറി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും എല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഇതിൻ്റെ ഹെഡിങ്ങൊക്കെ ഞാൻ തരാം. ബട്ട് ഞാൻ എന്തോ ആഗ്രഹിക്കണത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഈ വീഡിയോനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബോക്സിൽ ദുബായ് കുൽഫി അല്ലെങ്കിൽ ദുബായ് കുൽഫ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റിൻ്റെ പേരിടും. ഓക്കെ, എനിക്ക് പേരറിയാത്തതുകൊണ്ടാണ്. ദുബായ് ചോക്ലേറ്റ് എന്ന് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കണം. ഇനി ഇതിൻ്റെ ടെക്സ്ചർ കടിയും നോക്കാം. കണ്ട, ശരിക്കും ദുബായ് ചോക്ലേറ്റ്. ഇത് ടേസ്റ്റ് ഉണ്ട്, ക്രിസ്പി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് നോക്കിയേ, കണ്ട പിസ്ത ഫ്ലേവറാണ്. അപ്പോൾ അധികം